പാലക്കാട് ഒരു കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയപ്പോഴാണ് തൊട്ടപ്പുറത്തുള്ള പൊള്ളാച്ചിലൊന്ന് പോയിട്ടൊരു ചായ കുടിച്ചിട്ട് വരാമെന്നുള്ളൊരു ഐഡിയ കൂട്ടത്തിലുള്ള ഒരാൾക്ക് തോന്നിപ്പോയത്. അന്നേരത്തൊന്നും നോക്കില്ല, ഒരൊറ്റ പടങ്ങ് പഠിച്ച് പാലക്കാട് ഗോപാലപുരം വഴി നൈസായിട്ട് പൊള്ളാച്ചി വന്നപ്പോഴാണ് ആലിയാർ ഡാം കാണാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, അതെങ്ങനെ ശരിയാവുക എന്നുള്ളൊരു തോന്നലുണ്ടായത്. അപ്പോൾ പിന്നെ അവിടെ അടുത്ത് ഒരു 25 കിലോമീറ്ററുള്ള ഒരു ആലിയാർ ഡാം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അതൊക്കെ കഴിഞ്ഞിങ്ങനെ വന്ന് ആലിയാർ എത്തിയപ്പോൾ അവിടുന്ന് ആ കുന്നും മലയും മഞ്ഞും കോടയൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ അതുവരെ വന്നിട്ട് വാൽപ്പാറ കാണാതെ അപ്പട്ട പോയിട്ടൊരു ചായ കുടിക്കാതെ എങ്ങനെ തിരിച്ചു പോകുന്നു കൂട്ടത്തിലുള്ള ഒരുത്തിൻ്റെ കമൻട്രി. പിന്നെ ഒന്നും നോക്കിയില്ല, വെച്ചങ്ങനെ പിടിച്ചു വാൽപ്പാറക്ക് വേണ്ടി. അങ്ങനെ പോകുന്ന വഴിക്കാണല്ലോ ആലിയാർ ഡാം ഉള്ളത്. അപ്പോൾ ആലിയാർ ഡാമിൽ അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല. ഞങ്ങൾ ലക്ഷ്യമിട്ടത് ആ ഒരു കാണുന്ന മലകളും നിരകളും കോടയും മഞ്ഞും ആ ഒരു തണുപ്പും ആ ഒരു ക്ലൈമറ്റും ആ ഒരു വൈബും. അപ്പോൾ പിന്നെ ആലിയാർ വരുമ്പോൾ പിന്നെ എപ്പോഴേലൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ആ ഒരു മലകളെ മാത്രം ലക്ഷ്യം വെച്ച് യാത്ര. അങ്ങനെ നമ്മളിതാ പൊള്ളാച്ചി കഴിഞ്ഞ് ആലിയാറൊക്കെ കഴിഞ്ഞ് വാൽപ്പാറയ്ക്ക് എൻട്രി പാസ് എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള യാത്രകൾ എന്ന് പറയുന്നത് ചുരമാണ്. ചുരം എന്ന് പറഞ്ഞാൽ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂകൾ കാണാനുള്ള യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഫുൾ ഓൺ, ഫുൾ പവർ. അവിടെ ചിലപ്പോൾ കോട ഉണ്ടാവും, ഇവിടെ കോട ഇറങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ഇപ്പൊ നമ്മള് പോണത്. ഇനിയിപ്പോ നമ്മളൊരു അടുത്ത ബെൻഡ് കയറി കഴിഞ്ഞാലേ നല്ല തണുപ്പുള്ള, ഏറ്റവും കൂടുതൽ തണുപ്പ് സെന്ററിലാ. അവിടേക്ക് തണുപ്പ് കുറവാവും. ഇവിടെ ഇനി പോണ വഴിക്ക് ഒരു കോട ഇറങ്ങാണ്ട്, അവിടെ കോട ഉണ്ടെന്നുണ്ടെങ്കിൽ മര്യാദ തണുപ്പാവല്ല. എനിക്ക് തോന്നണില്ല കോട ഉണ്ടെന്ന് തോന്നണില്ല. ഇതാ ഇവിടുത്തെ കാലാവസ്ഥ. ഒന്നില്ലെങ്കിൽ മഴ ഉണ്ടെങ്കിൽ കോട ഉണ്ടാവില്ല, അന്നേരം മൂടിയ കാലാവസ്ഥ, മഴയുടെ കാലാവസ്ഥ. ഫോറസ്റ്റ് ഏരിയ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. മറ്റേ പാട്ടിട്ട് കൊടുക്ക് റോളക്സ്. ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള വ്യൂ പോയിന്റിലേക്ക് കയറാൻ പോകുന്നത്. നല്ല തണുപ്പാണ്, നല്ല കോടയൊന്നുമില്ല. ആ ഭാഗത്ത് കോട ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഇവിടെ വലിയ കോടയൊന്നുമില്ല. പോയിക്കിട്ടേ ഇരിക്കറേ, എങ്കേ നിക്ക കൂടാത്. അവിടെ കോട ഉണ്ടാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോനെ നല്ലൊരു ക്ലൈമറ്റ് കിട്ടും, നല്ല അടിപൊളി മാസ് ക്ലൈമറ്റ്. അങ്ങോട്ട് നോക്ക്, അങ്കപ്പാറ് കണ്ണേ, കണ്ടില്ലേ തണുപ്പ് കയറിയില്ലേ. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എതുക്കടാ കണ്ണേ ജീവിതമൊക്കെ, ലൈഫൊക്കെ വേസ്റ്റ് അല്ലേ ബ്രോ, സ്വർഗല്ലേ ബ്രോ. നല്ല ക്ലൈമറ്റ്, നല്ല എന്താ പറയുക, ഒരു 6-6:30 സമയമായിട്ടുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല അടിപൊളി കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല തണുപ്പ്. ആ ഭാഗത്തേക്ക് നല്ല കോട ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല എന്തായാലും ഒരു സൂപ്പർ ക്ലൈമറ്റ്, നല്ല തണുപ്പ്, ഒരു വേറൊരു വെറൈറ്റി വൈബ്. നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് ഒരു ഫ്രഷ് ചായയൊക്കെ അടിച്ചിട്ട്, ഇതുണ്ടോ ഇവിടെ തന്നെ ചായത്തോട്ടൊക്കെ ഇവിടെ തന്നെയാണ് പ്രൊഡക്ഷൻ. ഇവിടുത്തെ സാധനം തന്നെ, ഇവിടുത്തെ ചായ ഭയങ്കര സ്ട്രോങ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചായയുടെ എന്തോ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കാൻ. സ്ട്രോങ് ചായ, തണുപ്പ്. വിജനമായ വഴികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുന്നത്. അവിടുന്ന് ചായ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങും. നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു, വ്യൂ പോയിന്റ്, നല്ല അടിപൊളി വ്യൂ പോയിന്റുകൾ. ഇതൊക്കെ കുറച്ചും കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവലിൽ ഒരു വ്യൂ പോയിന്റ് കിട്ടുന്ന സ്ഥലമാണ് ഇതൊക്കെ. നെറ്റ് അവിടെ പോയാലേ കിട്ടുള്ളൂ. വാൽപ്പാറ എത്തണം. പവർ ഇപ്പൊ കോടയായി. ഈ ഒരു ക്ലൈമറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ ഒരു ക്ലൈമറ്റ് എപ്പോ കിട്ടണമെന്നറിയോ, കുറച്ചും കൂടി മുന്നേ കിട്ടിയിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. നല്ല അടിപൊളി കോട ഇറങ്ങിയിട്ടുണ്ട്, നല്ല തണുപ്പ്. ഈ ഒരു ക്യാമറയിൽ കാണുന്ന പോലെ അല്ല അവസ്ഥ, റിയൽ ആയിട്ട് കാണുമ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് അവസ്ഥ ഗൈസ്, ഒന്നും കാണാനില്ല. ഈ ക്യാമറയിൽ കാണുന്ന പോലും നേരിട്ട് കാണുമ്പോൾ കാണുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇല്ലല്ല, തിരിച്ചിറങ്ങുമ്പോ കോട ഈ നേരത്തെ ഇറങ്ങുള്ളൂ. കുറച്ച്
ആ ബസ്സിന്റെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ബസ്സാന്ന് മനസ്സിലായില്ലേ? ശരിയല്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാവോ ബസ്സാണ്? ആകെ 2 ലൈറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ വെറും കാറാണെന്ന് വിചാരിക്കുള്ളൂ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇവിടുന്ന് പോവുള്ളൂ. അല്ലെങ്കിൽ ഈ ഇൻഡിക്കേഷൻ റോഡിലെ ഈ ഇൻഡിക്കേഷൻ കൊണ്ട് കഴിച്ചാലായി പോവാ. ഒന്നും കാണാനൊന്നുമില്ല. തനിക്കൊന്നും കാണാനില്ലേ? അല്ല, അത് അതിന് വേണ്ടിട്ട് വെച്ചിരിക്കുന്നേ. ആ ഭാഗത്തേക്ക് അനക്ക് സീനാവാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? മഞ്ഞ് പിന്നെ പെട്ടെന്ന് സീനാവില്ല. നല്ല അടിപൊളി ഫുള്ള് മഞ്ഞ്, ഒന്നും കാണാനില്ല. പറഞ്ഞ ഒന്നും കാണാനില്ല. അങ്ങോട്ടൊക്കെ നല്ലൊരു കൊക്കം പോലത്തെ സ്ഥലമാണ്. എന്നിട്ട് ഒന്നും കാണാനില്ല. അജാതി മഞ്ഞ് എന്ന് പറഞ്ഞാൽ അജാതി മഞ്ഞ്, നല്ലൊരു ക്ലൈമറ്റ്. ആകെ റോഡിലുള്ള മറ്റേ ഇൻഡിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ആ റോഡ് ഏതാ, കാട് ഏതാ, കാപ്പിത്തോട്ടം ഏതാ, ചായത്തോട്ടം ഏതാന്ന് മനസ്സിലാവാത്ത അവസ്ഥ. അതാണ് സിറ്റുവേഷൻ. പക്കാ ക്ലൈമറ്റ്. ഇറങ്ങാൻ നിൽക്കുന്ന ടീംസ് അൽപ്പാറെത്തിറ അടുത്ത. ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ്. എവിടെയാണെന്ന് അറിയാം? ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ്. പക്ഷെ നമുക്ക് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഒന്നും കാണില്ല. കോടുള്ളതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല കേസ്. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കോടയൊക്കെ ഇറങ്ങും. ഇതാണ് സീൻ. പിന്നെ ആ പുലി ഒരു വിഷയമില്ല. എന്താണ്ട് ഉണ്ണി, പുലി വിഷയമില്ല. പുലി ഒരു വിഷയമല്ല. പുലി തിന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ക്ലൈമറ്റ്. കുറച്ചുകൂടി മുന്നേ വരികയാണെന്നുണ്ടെങ്കിൽ സ്വർഗം കിട്ടിയാണ്. മാൻ, ഒന്നും കാണാനുള്ള മാൻ. ഇവിടെ ആണെങ്കിൽ ഇൻഡിക്കേഷനും ഇല്ല, ഒന്നുമില്ല. കാടിന്റെ നടുവിലൂടെ ഒരു ഓട്ടോ ഒക്കെ പോകുന്നുണ്ട്. ഓട്ടോ ഉള്ളതുകൊണ്ട് നമ്മള് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയി കോടയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോടയൊക്കെ പോയിട്ടുണ്ട്. വാൽപ്പാറ എത്താറായിട്ടുണ്ട്. അടുത്ത ടൗണ്. എടാ, ഊട്ടിയൊന്നും ഒന്നുമല്ല ചെങ്ങായി, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഊട്ടിയൊന്നും ഒന്നുമല്ല ഇതിന്റെ മുന്നിൽ, സീനിയറുടെ മുന്നിൽ. ഇതിപ്പോ നമ്മളൊരു 4 മണിക്കാണ് ഇവിടെ വരുന്നെന്നുണ്ടെങ്കിലേ ജാതി വ്യൂ പോയിന്റോ. ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലേ? അത് വീടുകളടാ. അങ്ങനെ നമ്മൾ വാൽപ്പാറ ടൗണിലെത്തിയിട്ടുണ്ട്. കുറച്ച് അങ്കമ്പട്ടായിരുന്നു റോഡ്. ഭയങ്കര സീനായിരുന്നു. ചില്ലറ സീനൊന്നല്ലായിരുന്നു. ഭയങ്കര ഒന്നും കാണണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇങ്ങോട്ട് പോയതിനെക്കാട്ടും കോടയാണ്. ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ രാത്രി ഇരുട്ടും കോടയും, ഒന്നും കാണാനില്ല. ഒരു തേങ്ങയും കാണാൻ. വേറെ മൂഡ്. ഇനി ആനകൾ മാത്രം, പുലികൾ മാത്രം ഉറങ്ങുന്ന കാടുകൾ. ആ കാടുകൾ കണ്ടോ? ആ ലൈറ്റ് മിന്നണ മാത്രം കാണാനുള്ളൂ. റോഡൊന്നും കാണുന്നില്ല. എന്ത് റോഡ്! ആ വെള്ള ലൈനുകൾ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഇൻഡിക്കേഷൻ ലൈറ്റുകളും. വേറെ ഒന്നും അങ്ങനെ കാണാനൊന്നുമില്ല. ഇവിടെയൊക്കെ ചെറിയൊരു ചായക്കടി, അത്യാവശ്യം സെറ്റപ്പുകളൊക്കെ ഉള്ള ഒരു ടൗണ് പോലെ തന്നെ ഏരിയയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു സമയമായതുകൊണ്ട് ഇങ്ങനെ കോട നിറഞ്ഞുകൊണ്ട് ഒന്നും കാണാൻ പറ്റണില്ല. ഒരു വ്യൂ പോയിന്റ് പോലും കാണാൻ പറ്റില്ല. കുറച്ചും കൂടി മുന്നേ ആയിരുന്നെങ്കിൽ ഉണ്ടല്ല വേറെ ലെവല് മാസ് സീന് കണ്ടിരുന്നു. ഗിരി എന്ന് പറയുന്ന പോലെയാണ്. കാണുന്ന ബസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആകെ തണ്ടി. ഇപ്പൊ കോടയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കണ്ട കുറച്ച് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. കോട ഇനിയിപ്പോ ഇറങ്ങി പോയിക്കൊണ്ടേയിരിക്കല്ലേ. അപ്പൊ പിന്നെ കോട പോകും, തണുപ്പ് പോകും, പിന്നെ നോർമലായിട്ട് വരും. മഴ താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തണുപ്പുണ്ടാവും. അല്ലാതെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല, വലിയ മാറ്റം ഉണ്ടാവില്ല. ഇങ്ങനെ ഇറങ്ങി വരണം. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അടിപൊളി സ്പോട്ടിൽ വണ്ടി നിർത്തിയില്ല. ആ ഒരു സ്പോട്ടിൽ വേറൊരു സ്പോട്ട് ആവാറായിട്ടുണ്ട്. അവിടെ എന്താ നൈറ്റ് വൈബ് നോക്കാം. അണ്ണാ, ഞങ്ങൾക്ക് കേറി പോണ്ടണ്ണ. വേറെ ബസ് ഉണ്ടോ മുന്നില്? ഇനിയിപ്പോ അറിയാൻ്റെ പിന്നാലെ വിട്ടാ ഇനി കുഴപ്പമൊന്നുമില്ലടാ. ഇനി നമുക്ക് കാണുകയൊക്കെ ചെയ്യും. സീനൊന്നും ഇനി നമുക്ക് കാണും, കുഴപ്പമില്ല. നമുക്ക് കാണാനൊന്നുമില്ല. ഇപ്പൊ കോട പോയപ്പോ കണ്ടില്ലേ, അത്യാവശ്യം ക്ലിയർ ആയി. കോട പോയി. അങ്ങനെ നമ്മള് ഇങ്ങനെ ഒരു സ്പോട്ടിലെത്തിയിട്ട് വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് മഴ കയറുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ടാവും. ചെറിയൊരു വെള്ളച്ചാട്ടാന്നൊക്കെ തോന്നുന്നുണ്ട്. ചെറിയൊരു വാട്ടർഫോൾസ്. പകല കാണാൻ പറ്റുള്ളൂ, ഇപ്പൊ കാണാനൊന്നും പറ്റില്ല. ഈ പോണത് ഒരു അരുവിയാണ്, കാട്ടരുവി. അതൊരു അടിപൊളി സ്പോട്ടാണ്. ഇതാ അങ്ങോട്ട് വെറും ഫോറസ്റ്റ്. നമ്മളെ അടുത്ത വൈബ് എന്ന് പറയുന്നത് ഈ ഒരു തണുപ്പത്ത് നൈസായിട്ട് ഇങ്ങനെ ദാണ്ണന് ഇവിടെ എണ്ണക്കടി ഇടുന്നുണ്ട്.
ആ എണ്ണക്കടി ഇങ്ങനെ നൈസായിട്ട് തിന്നിട്ട് പോവാം. ഇവിടുത്തെ ഒരു സെറ്റപ്പിലുള്ള സ്റ്റൈലാണ്. നോക്കാൻ നമുക്ക് അവിടെ ആയിക്കൊണ്ടിരിക്കണം. മുട്ട ബജി ഉണ്ട്, കായ ബജി ഉണ്ട്. എന്നാ സ്റ്റിക്കർ ഇടുങ്ങണ്ട. ആ കാണുന്ന കണ്ടോ, ആ കാണുന്നത് ഒരു വലിയ ആ കാണുന്ന ആ ഇത് കണ്ടോ, അതാണ് ആളിയാർ ഡാം വരുന്നത്. ആ സൈഡ് മൊത്തം പൊള്ളാച്ചി ആളിയാർ ഭാഗമാണ് കാണുന്നത്. ഓരോ കുത്തും ഓരോ ലൈറ്റുകളാണ്, ഓരോ വീടുകളാണ്. കണ്ടാ ഒന്നുമല്ല, വലിപ്പിച്ചിട്ടൊരു വണ്ടി വരുന്നുണ്ട്. ഒരണ്ണ വണ്ടി വരുന്നുണ്ട് മോനെ, വലിപ്പിച്ച് വരിക ലോഡ്, ഹെവി ലോഡാവും. അപ്പം നമ്മുടെ യാത്ര ഇതാ പൊള്ളാച്ചി വന്ന്, പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് റോഡ് നേരെ വെച്ച് കയറ്റി ഇങ്ങോട്ട്, വേറെ എവിടെ നിർത്തുന്നില്ല, നേരെ നാട്ടിലേക്ക്. പുതിയ ചാനലാണ്, ഫസ്റ്റ് വീഡിയോ ആണ്, അതിൻ്റേതായ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അതുകൊണ്ട് അതിനെ പരിഗണിച്ച് ദയവേത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.